ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ലെഗ് വർക്കൗട്ടാണ്. അപ്പം 20 മിനിറ്റാണ് ഞാൻ ഈ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിത് ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. ഞാൻ അത്ര വലിയ ടഫായിട്ടല്ല ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ വർക്കൗട്ടുകൾ തുടങ്ങി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അല്പം ഇൻറ്റൻസിറ്റി കുറച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ വർക്കൗട്ടിൻ്റെ രീതികളൊക്കെ മാറാൻ തുടങ്ങും പതുക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പതുക്കെ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്തത്, ബോഡി വെയ്റ്റ് വർക്കൗട്ട് ചെയ്തത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കംപ്ലീറ്റ് ലെഗ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലെഗ് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 റെപ്സ് വെച്ചിട്ട് 3 സെറ്റ് വെച്ചിട്ടാണ് ഈ വർക്കൗട്ടും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. അത്ര വലിയ ടഫായിട്ടുള്ള വർക്കൗട്ടുകളല്ല. ഓക്കെ, അപ്പം ഞാൻ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് വാമപ്പ് ചെയ്തു. ഓക്കെ, വാമപ്പ് വളരെ അത്യാവശ്യമാണ് വർക്കൗട്ട് ചെയ്യുന്നതിന്. അപ്പം എൻ്റെ ആദ്യത്തെ വർക്കൗട്ട് സുമോ സ്ക്വാട്ടാണ്. അതും നമ്മൾ യാതൊരു വിധത്തിലുള്ള വെയിറ്റുകൾ ഉപയോഗിക്കുന്നില്ല, ഒള്ളി ബോഡി വെയ്റ്റ് മാത്രം വെച്ചുള്ള സുമോ സ്ക്വാട്ടാണ്. ഇത് ഞാൻ 8 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, 5, 6, 7, 8. ഓക്കെ, ഇങ്ങനെ ഞാൻ 3 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് തുടങ്ങിക്കോളൂ. അപ്പം ഞാൻ ഇന്നലെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഇത് സെക്കൻഡ് സെറ്റാണ്. അപ്പോൾ ഇതും 8 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാക്സിമം ചെയ്യുന്ന സമയത്ത് ഞാൻ ബോഡി പോസ്ചർ കൃത്യമാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ റേഞ്ച് ഓഫ് മോഷനാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. നമ്മൾ ഓരോ സെറ്റിന് ശേഷവും 10 മുതൽ 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. കാരണം 20 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 20 മിനിറ്റിനുള്ളിലാണ് ഞാൻ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. 1, 2, come on, 3, come on, 4, 5, 6, 7, 8. ഓക്കെ, അപ്പം എൻ്റെ ആദ്യത്തെ വർക്കൗട്ട് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ 8 റെപ്സിൻ്റെ 3 സെറ്റുകൾ ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് സ്ക്വാട്ടാണ്. ഇതും ഞാൻ 8 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 8 റെപ്സ് നമ്മൾ കംപ്ലീറ്റ് തന്നെ ചെയ്തിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഞാൻ റെസ്റ്റ് എടുക്കും. അതിനുശേഷം വീണ്ടും അടുത്ത സെക്കൻഡ് സെറ്റിലോട്ട് പോവുകയാണ്. കമോൺ, 1, 2, 3, 4, 5. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്കും വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹം കാണും. അപ്പം ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഒക്കെ പാടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പം വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ആദ്യമൊക്കെ ഇതിനൊക്കെയുള്ള ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെയ്റ്റിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, അതിനെ ബോഡിയൊക്കെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പം ഇതാണ് എൻ്റെ മൂന്നാമത്തെ സെറ്റ്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ വീട്ടിലൊക്കെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ. ഓക്കെ, അങ്ങനെ എൻ്റെ 2 വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് മൂവിങ് സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, 8 റെപ്സാണ് ചെയ്യുന്നത്. അപ്പം ഈ വർക്കൗട്ടുകളൊന്നും തന്നെ അത്ര വലിയ ടഫായിട്ടുള്ള വർക്കൗട്ടുകളല്ല. ഞാൻ ഇന്നലെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ടഫ് വർക്കൗട്ടായിരുന്നു ചെയ്തത്. അപ്പം ഈ വർക്കൗട്ട് അത്ര ടഫായിട്ടുള്ള ഒരു വർക്കൗട്ടല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, കാരണം ലെഗിന് ഒത്തിരി നാളുകൊണ്ട് ലെഗിനൊന്നും വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ലെഗിനധികം പ്രഷർ കൊടുക്കേണ്ടെന്ന് കരുതി തുടക്കത്തിൽ. അപ്പം ജസ്റ്റ് ഒരു വാപ്പെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. 2, 3, 4, 5. അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് സീരീസിൽ നിങ്ങൾ പങ്കാളികളാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു നല്ല ഒരു ഫിറ്റ്നസ്സൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എൻ്റെ 2 സെറ്റ് കംപ്ലീറ്റ് ആയി.
അപ്പം കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇങ്ങനെയുള്ളൊരു സീരിയസ് വീഡിയോ ഇടണമെന്നുള്ളത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇട്ടതാണ്, പക്ഷേ ഇടയ്ക്ക് ഇതിൻ്റെ വർക്കൗട്ട് പിന്നെ മുടങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പല പല പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ പല പല കാര്യങ്ങളാണല്ലോ നമുക്ക്. അപ്പം അങ്ങനെ വർക്കൗട്ടൊന്ന് മുടങ്ങിപ്പോയി. പിന്നെ ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമുക്ക് ഒരു ഇത് വരും. അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റാണിത്. ഓക്കെ, ഇതും 8 റെപ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇത് കംപ്ലീറ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ 3 വർക്കൗട്ടുകൾ ഫിനിഷായിരിക്കുകയാണ്. എൻ്റെ 3 വർക്കൗട്ടുകൾ കഴിഞ്ഞു. അടുത്ത എൻ്റെ 4ാമത്തെ വർക്കൗട്ടിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അത് ലഞ്ചസാണ്, ഫ്രണ്ട് ലഞ്ചസാണ് ചെയ്യുന്നത്. ഒരു കാലിൽ 8 റെപ്സ് വെച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡി പോസ്ചർ കൃത്യമാക്കി തന്നെ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു ബോഡി പോസ്ചർ നമ്മൾ കൃത്യമാക്കി ചെയ്യുന്നു എന്നുള്ളതിനകത്താണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മാക്സിമം നമ്മുടെ ആ ഒരു ബോഡിയുടെ ലെവലും കാര്യങ്ങളൊക്കെ കൃത്യമാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ കാലിലും 8 റെപ്സ് വെച്ചിട്ട് 3 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓരോരോ മസിൽ ഗ്രൂപ്പിനായിട്ടായിരിക്കും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിലെ കുറച്ച് ദിവസങ്ങൾ ഇതിനുള്ള ബോഡി വർക്കൗട്ടുകൾ മാത്രമായിരിക്കും ചെയ്യുന്നത്, ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കാണുക. നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഒരു എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ 3ാമത്തെ സെറ്റ്, ലഞ്ചസിൻ്റെ 3ാമത്തെ സെറ്റ്. 4 5 6 7 8. അപ്പം നമ്മൾ ബോഡി വെയ്റ്റ് വെച്ച് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ചെറുതായിട്ട് വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് പതുക്കെ കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനൊക്കെയുള്ള ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ഞാൻ എൻ്റെ റൂമിലാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ലഞ്ചസ് വർക്കൗട്ടും കംപ്ലീറ്റായി ഞാൻ 8 റെപ്സിൻ്റെ 3 സെറ്റും ചെയ്ത് കംപ്ലീറ്റാക്കി. അടുത്തായിട്ട് ഇനി എനിക്ക് ഹാംസ്ട്രിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്യണം. അപ്പം ഹാംസ്ട്രിങ്ങിന് ഞാൻ ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ കാല് അല്പം കൂടെ പൊക്കി വെച്ചിട്ട് കട്ടിലോട്ട് ഞാൻ പൊക്കി വെച്ചിട്ടാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. 1 2. ഇത് ഞാൻ ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്ങിനും വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. 8 റെപ്സാണ് ചെയ്യുന്നത്. 8 റെപ്സിൻ്റെ 3 സെറ്റ്. മാക്സിമം ഗ്ലൂട്ട്സിനെയും ഹാംസ്ട്രിങ്ങിനെയും ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വർക്കൗട്ടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫസ്റ്റ് സെറ്റ് 8 റെപ്സ് ചെയ്തു. അതിനുശേഷം ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. സെക്കൻഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2 3 4 5 6 7 8. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 6 ദിവസമാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ദിവസം നമ്മൾ സൺഡേ നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഉള്ള ഒരു ഉദ്ദേശമാണ്. കാരണം സൺഡേ എന്ന് വെച്ചാൽ നമ്മൾ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടും മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടും, കാരണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ 3ാമത്തെ സെറ്റ്. അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇങ്ങനെയുള്ള ഫിറ്റ്നസ് പരമായിട്ടുള്ള വീഡിയോസുകളാണ് ഞാൻ ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങളും മാക്സിമം വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ടിൽ നിങ്ങളും പങ്കാളികളാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാഫ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഇത് ഞാൻ റെസ്റ്റ് എടുക്കാതെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാലിൽ ഇങ്ങനെ 8 റെപ്സ് ചെയ്യുക. ഓക്കെ, ഞാൻ 8 റെപ്സ് ചെയ്തു.
അതിനുശേഷം ഞാൻ അടുത്ത കാര്യം എനിക്ക് കാഫ് റൈസ്, സ്റ്റാൻഡിങ് കാഫ് റൈസാണ്. അപ്പം ഇത് ഞാൻ 8 റെപ്സ് ചെയ്യും. അതിനുശേഷം റെസ്റ്റ് ഇല്ലാതെ ഞാൻ വീണ്ടും അടുത്ത കാലിൽ 8 റെപ്സ് ചെയ്യും. അങ്ങനെ ഈ റെപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ കാഫ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്. ഇത് ഞാൻ റെസ്റ്റ് എടുക്കത്തില്ല, കാരണം നമ്മൾ 8 റെപ്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാഫ് മസിലിന് കൂടുതൽ എൻഗേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതോടുകൂടി എൻ്റെ ലെഗിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 20 മിനിറ്റ് കൊണ്ടാണ് ഈ വർക്കൗട്ട് പൂർത്തീകരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരൊക്കെയുള്ള വർക്കൗട്ടുകളെല്ലാം തന്നെ ഒരുപാട് സ്പീഡിലൊന്നും തന്നെ വർക്കൗട്ട് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് കൊടുത്തിട്ട് വർക്കൗട്ട് ചെയ്യണം. ഒരുപാട് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് ദിവസങ്ങളായി ഞാൻ വർക്കൗട്ടൊക്കെ നല്ലോണം ചെയ്തിട്ട് അല്പമായിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ചാടിക്കയറിയിട്ട് നമ്മളൊരു സുപ്രഭാതത്തിൽ ഒരുപാട് വർക്കൗട്ടുകളൊന്നും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഓരോ മസിൽ ഗ്രൂപ്പിനും പതുക്കെ ആക്ടിവേഷനാക്കി എൻഗേജാക്കി നമ്മൾ പ്രോഗ്രസ്സിലോട്ടായിരിക്കും പോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വർക്കൗട്ടോടെ കഴിഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റ് സ്ട്രെച്ചിങ് ചെയ്യും ലെഗിന് വേണ്ടിയിട്ട്. അതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ എല്ലാ വർക്കൗട്ട് പൂർത്തീകരിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വർക്കൗട്ട് രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ജിമ്മുകളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുക. നമുക്കെല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയിപ്പം ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യണം. ലെഗിൻ്റെ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ലെഗിന് ഒരു 5 മിനിറ്റ് മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ സ്ട്രെച്ചിങ് രീതികൾ ഇതൊക്കെയാണ്. ലെഗിന് വേണ്ടിയിട്ടുള്ള ഫുള്ള് ഗ്ലൂട്ട്സിനും അങ്ങനെ ഹാംസ്ട്രിങ്ങിനും ഒക്കെ ഒന്ന് സ്ട്രെച്ചിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ സ്ട്രെച്ച് ചെയ്യും. അപ്പം ഇതോടെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നാളെ അടുത്ത ഒരു മസിൽ ഗ്രൂപ്പിനായിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.